ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലൂടെ 1 ലക്ഷം കോടിയുടെ നിക്ഷേപമുണ്ടാകുമെന്ന വിലയിരുത്തലിൽ വ്യവസായ വകുപ്പ്. പിണറായി വിജയൻ സർക്കാർ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് കൊടിയിറങ്ങും. 5 വർഷം കൊണ്ട് കേരളത്തിൽ 30,000 കോടി നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഇനി 20,000 കോടി നിക്ഷേപിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ 5,500 കോടി മുടക്കും. 850 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയറും പ്രഖ്യാപിച്ചു. നിക്ഷേപത്തിന്റെ അന്തിമ ചിത്രം വൈകിട്ട് വ്യവസായ മന്ത്രി P. രാജീവ് പ്രഖ്യാപിക്കും. പ്രതിരോധം, IT, ടൂറിസം, ഭക്ഷ്യസംസ്കരണം, മെഡിക്കൽ ഉപകരണ നിർമ്മാണം എന്നീ മേഖലകളിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് ഇന്ന് വിശദമായ ചർച്ച നടക്കും. PB അനൂപാണ് വിവരങ്ങൾ നൽകുക. അനൂപ്, 2ാം ദിവസത്തെ ഉച്ചകോടിക്ക് തുടക്കമായോ? എങ്ങനെയൊക്കെ കാണണം? 1 ലക്ഷത്തിലധികം കോടിയുടെ നിക്ഷേപങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാധ്യതകൾ എങ്ങനെയാണ് അനൂപിന്? ഇന്നത്തെ ഒരു സെഷൻ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇന്ന് രാവിലെ ആരംഭിച്ച ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ എല്ലാ സെഷനുകളും അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ഇന്ന് ആരോഗ്യം, ടൂറിസം, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പുതിയ മേഖലകൾ, അതായത് ഈ നൈപുണ്യ വികസനവും IT-യും അതോടൊപ്പം തന്നെ AI-യും അടക്കമുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ഡിവൈസസിന്റെ അല്ലെങ്കിൽ ചികിത്സാ ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിക്ഷേപ സാധ്യതകൾ ഇവയാണ് പ്രധാനമായിട്ടും ഇന്ന് ചർച്ച നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഈ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നിക്ഷേപകരുമായിട്ട് ഒരു പ്രാതൽ ഭക്ഷണത്തോടൊപ്പം അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വളരെയധികം സുപ്രധാനമായിട്ടുണ്ട്. അതിലൂടെ വലിയൊരു ഫലപ്രാപ്തി കൂടി ഉണ്ടാകുമെന്നൊരു വിശ്വാസവും സൂചനയുമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 1 ലക്ഷം കോടിയുടെ നിക്ഷേപം ഇതിനോടകം തന്നെ ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ലുലു ഗ്രൂപ്പ്, ആസ്റ്റർ, അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പ്, ഈ 3 കമ്പനികൾ ഇതിനോടകം നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൃത്യമായുള്ള വിവരങ്ങൾ ഇതിനോടകം സർക്കാരുമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. ആസ്റ്റർ ഗ്രൂപ്പ് 850 കോടിയും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പ് 30,000 കോടി രൂപയുടെയും നിക്ഷേപമാണ് നടത്തുക. അതിൽ തന്നെ അദാനി ഗ്രൂപ്പ് നിലവിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വിപുലീകരണവും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിക്ഷേപങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ലുലു ഗ്രൂപ്പ് ഒരുപക്ഷെ IT മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിക്ഷേപത്തിനുള്ള ഒരു താല്പര്യമാണ് പ്രകടിപ്പിച്ചുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ വൈകാതെ തന്നെ ആരംഭിക്കും. അവരുടെ ട്വിൻ ടവറിന്റെ ഉദ്ഘാടനവും ഈ വർഷം തന്നെ നടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനമായുള്ള രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള വലിയ നിക്ഷേപ സാധ്യതകളും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പരിസരവും പശ്ചാത്തലവുമൊക്കെയാണ് വിശദമായിട്ട് ചർച്ചയാകുന്നത്. ഒരുപക്ഷെ ഹോട്ടൽ ടൂറിസം രംഗത്ത് ചെറുകിട കമ്പനികളുടെ ഉൾപ്പെടെയുള്ള വലിയ നിക്ഷേപത്തിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അതിനായിട്ടുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സമയവും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനമന്ത്രി, വ്യവസായ മന്ത്രി അടക്കമുള്ളവരും ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് 3 മണി മുതൽ 5 മണി വരെയാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. 5 മണിയോടുകൂടി തന്നെ വ്യവസായ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് കൊണ്ട് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടായി, എത്രത്തോളം നിക്ഷേപം വരുന്നുണ്ട്, എത്ര കോടിയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്, നിലവിൽ ധാരണാപത്രങ്ങളൊന്നും ഒപ്പുവെക്കുന്നില്ല, താല്പര്യപത്രങ്ങൾ മാത്രമാണ് ഒപ്പുവെക്കുന്നത്. അതിൽ തന്നെ എത്ര താല്പര്യപത്രങ്ങൾ എത്ര വർഷം കൊണ്ട് പൂർത്തിയാകും, 60% ഫലപ്രാപ്തി ഈ താല്പര്യപത്രങ്ങൾ ഒപ്പുവെക്കുന്നതിൽ തന്നെ 60% പൂർണ്ണമായിട്ടും വളരെ വേഗം തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വിപുലമായിട്ടുള്ള ഒരു നിക്ഷേപം വരുന്നു, എത്ര കോടിയുടെ നിക്ഷേപം വരുന്നു, എത്ര കമ്പനികൾ നിക്ഷേപിക്കാൻ പോകുന്നു, അത് എത്ര കാലയളവ് കൊണ്ട് പൂർത്തിയാകും തുടങ്ങിയ വിശദാംശങ്ങൾ ഇന്ന് 3 മണി മുതൽ 5 മണി വരെ നടക്കുന്ന സമാപന സമ്മേളനത്തിലാകും നമുക്ക് വ്യക്തമാവുക. അതാണ് സാഹചര്യം. PB അനൂപാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകി. എന്തായാലും 2ാം ദിവസത്തിന് തുടക്കമാവുകയാണ്. നിക്ഷേപത്തിന്റെ അന്തിമ ചിത്രം വൈകിട്ട് വ്യവസായ മന്ത്രി P. രാജീവ് പ്രഖ്യാപിക്കും. സമ്മേളനം വൈകിട്ടത്തെ തീരുന്ന സമ്മേളനം എന്തായാലും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ് നടക്കുക. മറ്റൊരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം പ്രഖ്യാപിച്ച് കേരളം ആസ്ഥാനമായുള്ള പ്രമുഖ IT കമ്പനിയായ IBS 1000 പേർക്ക് കൂടി തൊഴിൽ ലഭ്യമാക്കുമെന്ന് ഇൻവെസ്റ്റ് കേരള സമ്മിറ്റിനെത്തിയ IBSന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ VK മാത്യൂസ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. കേരളം ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തുകയാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ താങ്കൾ KSIDCയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും ഉണ്ട്. അപ്പം ഇത് കേരളത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയാണ്. സോ ബേസിക്കലി കേരളം വളരെയധികം മാറിയല്ലോ ലാസ്റ്റ് ഒരു 2-3 ഡിക്കേഡ് എടുത്തു കഴിഞ്ഞാൽ. സോ ബേസിക്കലി ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, rest of India, rest of the world, the investor community, that Kerala is a great place to invest and create businesses. അപ്പോൾ നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ ടാലൻറ്റ് നമ്മുടെ സ്ട്രെങ്താണ്.
അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, particularly if you talk about the industry infrastructure is good, then we have an accessible, approachable bureaucracy and executive. ഇങ്ങനെ പല സ്ട്രെങ്ത് ഉണ്ട്, and it's a great place to live on a relative basis. കേരളത്തിൻ്റെ ഒരു വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ എബിലിറ്റി ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലൻ്റ് ആണ്. കാരണം നമ്മളൊരു സർവീസസ് എക്കോണമിയിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മളുടെ ഈ ഒരു അൺഹെൽത്തി മൈഗ്രേഷൻ ഉണ്ട്, നമ്മുടെ ടാലൻറ്റ് പുറത്തേക്ക് പോകുന്നത്. അത് ഇല്ലാതാവണമെങ്കിൽ, അത് കുറയ്ക്കണമെങ്കിൽ വി ഹാവ് ടു ഹാവ് very successful enterprises, I would say private enterprises, and with well-paying jobs. IT സെക്ടറിൽ IBSനെ സംബന്ധിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ എന്താണ് നിക്ഷേപ പദ്ധതി? So IBS has been growing in the state and we will be growing more. So all of those investments are going to be done in the state. So IBS will be growing in the state. നമുക്ക് എന്തെങ്കിലും പ്രത്യേക പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂട്ടുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പദ്ധതികൾ പറയാൻ സാധിക്കും? We should be, we are 5,000 employees worldwide at the moment. I'm quite sure it is going to expand, and we should be expanding by thousands actually. In Kerala, yes. IBSന്റെ ആ ഒരു ഭാവിയിലെ സാധ്യതകളെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് നടക്കുന്ന ഒരു വേദിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. പ്രശാന്ത് ആർ നായർ, മനോരമ ന്യൂസ്, കൊച്ചി.